ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 33-ാം വാക്യത്തിൽ അവസാനിപ്പിക്കുന്നത് നിങ്ങൾ ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പാൻ. 34-ാം വാക്യത്തിൽ ഒരു മനുഷ്യൻ വീട് വിട്ട് പരദേശത്ത് പോകുമ്പോൾ ദാസന്മാർക്ക് അധികാരവും അവനവന് അതത് വേലയും കൊടുത്തിട്ട് വാതിൽ കാവൽക്കാരനോട് ഉണർന്നിരിപ്പാൻ കൽപ്പിച്ചതുപോലെ തന്നെ യജമാനൻ സന്ധ്യയ്ക്കോ അർദ്ധരാത്രിക്കോ കോഴി കൂകുന്ന നേരത്തോ രാവിലെയോ എപ്പോൾ വരുമെന്ന് അറിയായതുകൊണ്ട് അവൻ പെട്ടെന്ന് വന്ന് നിങ്ങളെ ഉറങ്ങുന്നവരായി കണ്ടെത്താതെ ഇരിക്കേണ്ടതിന് ഉണർന്നിരിപ്പീൻ. ഞാൻ നിങ്ങളോട് പറയുന്നതോ എല്ലാവരോടും പറയുന്നു, ഉണർന്നിരിപ്പീൻ. നമ്മളെപ്പോഴും കർത്താവിൻ്റെ വരവിന് വേണ്ടി ഉണർന്നിരിക്കുന്നവരായിരിക്കണം. വിശുദ്ധ ജീവിതം നയിച്ചുകൊണ്ട് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങൾ ചെയ്യുന്നവരായിരിക്കണം. എപ്പോഴും ഉണർന്നിരിക്കുവാൻ ദൈവം നമ്മളോട് പറയുകയാണ്. ഈ ലേഖനങ്ങളിലൂടെ, ഈ വാക്യങ്ങളിലൂടെ ശക്തമായി വരുവാനുള്ള കാര്യങ്ങൾ എന്നോടും നിങ്ങളോടും പറയുകയാണ്. ഈ പ്രത്യേകമായ ഈ സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ഈ വചനങ്ങൾ വ്യക്തിപരമായി എന്നെയും ഒത്തിരി ശക്തിപ്പെടുത്തുന്നു, ബലപ്പെടുത്തുന്നു. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാൻ. കർത്താവേ, ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും ഉണർവിൻ്റെയും പ്രാർത്ഥനയുടെയും ശക്തി വ്യാപരിച്ച് അവൽ ദൈവകൃപയുടെ അടയാളങ്ങൾ കാണണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ മഹത്വം. യേശു മൂലം തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു.